ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സാമൂഹ്യശാസ്ത്രം ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ? മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം പ്രവർത്തനങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. തന്നിട്ടുള്ള 7 പ്രവർത്തനങ്ങളിൽ 5 ഉത്തരം എഴുതിയാൽ മതി. തിരഞ്ഞെടുക്കുന്ന 5 പ്രവർത്തനങ്ങളിലെ എല്ലാ ഉപപ്രവർത്തനങ്ങൾക്കും ഉത്തരം എഴുതേണ്ടതാണ്. പ്രവർത്തനം 1. വെൺമണി ഗവ UP സ്കൂളിലെ ബസ് വൈകുന്നേരം സ്കൂൾ വിട്ടതിന് ശേഷം കുട്ടികളെ ഇറക്കുന്ന സ്ഥലങ്ങളാണ് താഴെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ചിത്രം നോക്കി ഓരോ കുട്ടികളെയും ഏതൊക്കെ ദിക്കുകളിലാണ് ഇറക്കുന്നത് എന്ന് കണ്ടെത്തി എഴുതുക. മക്കൾ ചിത്രം നോക്കിയേ. സുമിത്രയെയും 3 കൂട്ടുകാരെയും ഏത് ദിക്കിലാണ് ഇറക്കിയത്? പടിഞ്ഞാറ് ദിക്കിലല്ലേ. ഫർഹാനും 5 കൂട്ടുകാരെയോ? വടക്ക് ദിക്കില്. ബാബുവും 2 കൂട്ടുകാരും കിഴക്ക് ദിക്കില്. അടുത്ത ചോദ്യം, വെൺമണി ഗവൺമെന്റ് UP സ്കൂൾ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ദിക്കിലാണ് മക്കളെ? തെക്ക് അല്ലേ. അടുത്ത ചോദ്യം, ദിശ കണ്ടെത്താൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വടക്ക് നോക്കി യന്ത്രം. പ്രവർത്തനം 2. ഈ സൂചിക ഭൂപടത്തിൽ ഉപയോഗിക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്? തീവണ്ടിപ്പാത, നദി, വിമാനത്താവളം, റോഡ്. അപ്പൊ ഏതായിരിക്കും? നദി അല്ലേ. അടുത്ത ചോദ്യം, ചിത്രത്തിൽ A എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖ ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നു. ഈ രേഖയുടെ പേരെന്ത്? എന്താ മക്കളെ അതിന്റെ പേര്? ഭൂമധ്യ രേഖ അല്ലേ. അടുത്തത്, B, C എന്നിവ 2 അർദ്ധഗോളങ്ങളാണ്. B ഏത് അർദ്ധഗോളം? ഏതായിരിക്കും? ഉത്തരാർദ്ധഗോളം. അടുത്തത്, C ഏത് അർദ്ധഗോളം? ദക്ഷിണാർദ്ധഗോളം. അടുത്ത ചോദ്യം, ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെ സ്ഥാനം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കല്പിക രേഖകളെ വിളിക്കുന്ന പേരെന്ത്? എന്താ മക്കളെ പേര്? അക്ഷാംശ രേഖാംശ രേഖകൾ. അടുത്ത പ്രവർത്തനം 3. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ജനാധിപത്യ ഭരണം എന്നാൽ ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണം നടത്തുന്ന സംവിധാനമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ അവസരം ലഭിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ തലവൻ സ്വയം തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഗ്രാമങ്ങളിൽ നടപ്പാക്കി വരുന്നു. ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഗ്രാമസഭയിൽ പങ്കെടുക്കാം. ഏതായിരിക്കും ശരിയായ പ്രവർത്തനങ്ങള്? ജനാധിപത്യ ഭരണം എന്നാൽ ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണം നടത്തുന്ന സംവിധാനമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ അവസരം ലഭിക്കുന്നു. അടുത്ത ചോദ്യം, സ്കൂൾ പാർലമെന്റിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള നോട്ടീസ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾക്കനുസരിച്ച് ശരിയായി ക്രമപ്പെടുത്തും. സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, വോട്ടെടുപ്പ്, നാമനിർദ്ദേശിക പത്രികയുടെ സൂക്ഷ്മ പരിശോധന, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും, സ്കൂൾ പാർലമെന്റ് ആദ്യ യോഗം, നാമനിർദ്ദേശിക പത്രിക പിൻവലിക്കൽ. അപ്പൊ ആദ്യത്തെ എന്താ വരുക? നാമനിർദ്ദേശിക പത്രിക സമർപ്പിക്കൽ, നാമനിർദ്ദേശിക പത്രികയുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശിക പത്രിക പിൻവലിക്കൽ, സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും, സ്കൂൾ പാർലമെന്റ് ആദ്യ യോഗം. പ്രവർത്തനം 4. ജനാധിപത്യം എന്നത് ഒരു ഭരണക്രമമല്ല, ഒരു ജീവിത ക്രമം കൂടിയാണ്. ജനാധിപത്യം ഒരു ജീവിതക്രമമാണ് എന്ന് തെളിയിക്കുന്ന 4 സന്ദർഭങ്ങൾ എഴുതുക. അപ്പൊ എന്തെല്ലാമായിരിക്കും? എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നു, തന്റെ അവസരം വരുന്നത് വരെ ക്ഷമയോടെ കാത്തു നിൽക്കുന്നു, ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നു, പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നു. അടുത്ത ചോദ്യം, പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കാത്തത് എന്തുകൊണ്ട്? എന്തുകൊണ്ടായിരിക്കും മക്കളെ? 18 വയസ്സ് പൂർത്തിയായിട്ടില്ലാത്തതിനാൽ. അടുത്ത പ്രവർത്തനം 5. മുൻകാലങ്ങളിൽ ചക്രങ്ങൾ ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത് എങ്ങനെയെല്ലാമായിരുന്നു? ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മനുഷ്യൻ വലിച്ചുകൊണ്ടു പോകുമായിരുന്നു. പിന്നീട് ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ വലിക്കാൻ മൃഗങ്ങളെ ഉപയോഗിച്ചു.
അടുത്ത ചോദ്യം, ഇന്ന് നാം ഉപയോഗിക്കുന്ന പ്രധാന ഗതാഗത മാർഗങ്ങൾ ഏതൊക്കെയാണ്? കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം. പ്രവർത്തനം 6. താഴെ പറയുന്ന പ്രത്യേകതകൾ ഏത് തരം ഗതാഗത മാർഗത്തിൻ്റെതാണെന്ന് കണ്ടെത്തി എഴുതുക. ആദ്യത്തേത്, കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം. അപ്പൊ അത് ഏതായിരിക്കും? റെയിൽ ഗതാഗതം അല്ലേ? അടുത്തത്, താരതമ്യേന മലിനീകരണം കുറഞ്ഞ ഗതാഗത മാർഗം. അത് ഏതാണ്? ജലഗതാഗതം. അടുത്തത്, ഏറ്റവും വേഗമേറിയ ഗതാഗത മാർഗം വ്യോമ ഗതാഗതം. അടുത്തത്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും വ്യാപ്യമായ ഗതാഗത മാർഗം ഏതാണ്? റോഡ് ഗതാഗതം. അടുത്ത ചോദ്യം, പൊതുഗതാഗത മാർഗം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഏതെങ്കിലും 2 മേന്മകൾ എഴുതുക. അപ്പൊ ഏതെല്ലാമായിരിക്കും? ഗതാഗത കുരുക്ക് ഒഴിവാക്കാം. അടുത്തത്, ശബ്ദ മലിനീകരണവും വായു മലിനീകരണവും കുറയ്ക്കാം. പ്രവർത്തനം 7. തന്നിട്ടുള്ള ഭൂപടത്തിൽ താഴെ പറയുന്നവ അടയാളപ്പെടുത്തുക. ആദ്യത്തേത്, കൊച്ചി തുറമുഖം. കൊച്ചി തുറമുഖം എവിടെയാണ്? എറണാകുളം അല്ലേ? അടുത്തത്, വിഴിഞ്ഞം തുറമുഖം. അതെവിടെയാണ്? തിരുവനന്തപുരം. അടുത്തത്, വിമാനത്താവളമുള്ള ജില്ലകൾ ഏതൊക്കെയാണ്? ജില്ലകൾ തിരിച്ചറിഞ്ഞ് ആ ജില്ലയുടെ പേര് എഴുതുക. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ അല്ലേ? അപ്പൊ നമ്മൾ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എല്ലാ ഉത്തരങ്ങളും ചെയ്ത് നോക്കി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പൊ അടുത്ത വീഡിയോ കാണാം.